ഹലോ ഹായ് അസ്സലാമലൈക്കും. മക്കളൊന്നും ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല അല്ലേ? അപ്പൊ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അന്നത്തെ സ്പെഷ്യല് എന്തായാലും ഒന്നും കാണിച്ചു തരാം നിങ്ങക്ക് എന്ന് കരുതിട്ടോ. അപ്പൊ എന്താ ഇത് വന്ന് സ്പെഷ്യല് മാഷാ അല്ലാഹ് ബ്രോസ്റ്റ്. ഹാപ്പി ആയോ? അൽഹംദുലില്ലാ അല്ലേ? എവിടെ വെച്ചിക്കണത്? ഇഷ്ടായോ? ഓയ് എന്റെ കുട്ടി തന്നില്ലേ ഷൈമോളെ? ഷൈമോളുണ്ട് ഇവിടെ ഭക്ഷണം. അപ്പൊ ഇന്നലെ സ്പെഷ്യലാണ് കേട്ടോ മക്കൾക്ക്. കൊറേ ദിവസമായി. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ബ്രോസ്റ്റും അതുപോലെ എന്താ പറയാ ഇനി എന്താടി കുബൂസില്ലേ, കുബൂസും ഒക്കെയാണ് കേട്ടോ. പിന്നെന്താ മമ്മ ഇവിടെ ഇരുന്ന് കാണ്ട് തിന്നുന്നുണ്ട്. മമ്മ ഹാപ്പി അല്ലേ? മമ്മാക്ക് 2-3 ദിവസമായിട്ടോ മമ്മാക്ക് വെജ. മമ്മാക്ക് ആ മന്തപ്പും ഇന്നിപ്പോ 2 തവണ വീണു അല്ലേ അമ്മ? ഇന്ന് ഫിസിയോതെറാപ്പിക്ക് പോയിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ അങ്ങനെ ഓരോ തിരക്കായിരുന്നു. അപ്പൊ എന്തായാലും സ്പെഷ്യൽ ഉണ്ടപ്പോ ഞങ്ങൾക്കൊന്നും ജസ്റ്റ് ഒന്നും കാണിച്ചു തരാന്ന് കരുതിട്ടോ. പിന്നെ കുഞ്ഞുമണിയാള് ഇവിടെ ഉണ്ട് കേട്ടോ. എത്ര ഇവിടെ 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 കാല് കാട്ടി കൊടുത്താ കാല് കാട്ടി കൊടുത്താ. ആ കാലല്ല പൊട്ടത്തി, കോയിന്റെ കാല് കാട്ടി കൊടുക്ക്. കോയിക്കാല് കാട്ടി കൊടുത്താ. കോയിക്കാല് കാട്ടി കൊടുക്കലീനോ മിന്നോ? കോയിക്കാല് എന്റെ കുട്ടിക്ക്. മിന്നുവിന്റെ അവിടെ മിന്നുവിന്റെ അവിടെ കാട്ടിക്കൊടുക്ക്. കോയിക്കാല് കാട്ടിക്കൊടുക്ക്. ഹൈ കോയിക്കാല് കിട്ടിക്കണ്. കടിച്ച് തിന്നുന്നുണ്ട് കള്ളത്തി. ആ സോസ് തിന്നട്ടോ. സുന്ദരിയെ എങ്ങനെയുണ്ട് ബ്രോസ്റ്റ് ഒന്നോ? അൽഹംദുലില്ലാ. എത്താ അവിടെ? അപ്പൊ എന്താ സ്പെഷ്യല് കൊടുന്നിട്ട് പിന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ഭക്ഷണം കഴിക്കണ തിരക്കിലാണ്. പിന്നെ പൂച്ചക്കുട്ടികൾ ഇവിടെ വന്നിക്കണ പോയി മണം കേട്ടുകൊണ്ട് വന്നതായിരിക്കും. എന്താ കാക്കോടെ കാക്കു താക്കട കേട്ടോ. അപ്പൊ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം കേട്ടോ. എങ്ങനെ ഞങ്ങളോടൊക്കെ നന്ദി പറയണ്ടെന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ മുറ്റായോണ്ട് നമ്മളെ റോഡ് വക്കല്ലേ, അപ്പൊ വണ്ടി പോണ ഞാൻ മുന്നേക്ക് ഇരുന്ന് കേട്ടോ. ഓല അവിടെ ഭയങ്കര ബഹള. ബ്രോസ്റ്റൊക്കെ കിട്ടിയിട്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ കുറേ കാലമായിട്ട് വാങ്ങലില്ല. നിങ്ങൾക്ക് അറിയാം കാക്കൂന് വെയ്യായിട്ട്. നമുക്ക് വലിയവർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും അങ്ങനെ വീട്ടിലുണ്ടാവുമ്പോ ഒരു സങ്കടമല്ലേ. അപ്പൊ ഇന്ന് കാക്കൂന് നല്ലോണം കുറയണം. എന്നാലും കാക്കൂന് കൊടുക്കൊന്നുമില്ല കേട്ടോ. കുട്ടികളെ ഇഷ്ടല്ലേ അപ്പൊ വാങ്ങിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞുകാണ്ട്. അപ്പൊ എന്താ സ്പെഷ്യല്? അപ്പൊ ഈ പ്രാവശ്യം യൂട്യൂബ് മണിയും കാര്യങ്ങളൊക്കെ വന്നോണ്ട് അൽഹംദുലില്ലാ ഞങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മളെ മക്കളൊക്കെ ഇഷ്ട ഭക്ഷണങ്ങൾ കഴിക്കണം കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. വാതിലടച്ചാണി അല്ലെങ്കിൽ കൂക്കി വിളിയാരം. ഭയങ്കര ഹാപ്പി ആയിക്കണം. അപ്പോൾ ഇന്നത്തെ കമന്റ് ബോക്സിൽ ഒരുപാട് ചോദിച്ചിരുന്നു അല്ലേ? എനിക്ക് വേണ്ട. കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ആരാ പാത്തുവ മരിച്ചതെന്ന്. അപ്പൊ ഇന്ന് രാവിലെ പെരും തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് തിരക്ക് പറഞ്ഞാല് എല്ലാം കൂടി ഇങ്ങോട്ടേ ഉമ്മ വീഴലും. ഉമ്മക്ക് 2-3 ദിവസമായിട്ടോ തീരെ വയ്യ. അങ്ങനെ ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് നല്ല ആക്റ്റീവ് ഉണ്ടായിരുന്നു. ഉമ്മ നടക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ എന്തിയാവും ഉമ്മക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ അത് ഇടക്കിടക്ക് ഉണ്ടാണ്. അപ്പം പറഞ്ഞ ഫിസിയോതെറാപ്പി കുറച്ച് ദിവസം നിർത്തി പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ. പിന്നെ പോയി. അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞു ക്ഷീണാണെങ്കിൽ 1.5 വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വീണു. അതേപോലെ ഇന്നും തന്നെ മക് മരണങ്ങളും ഇതൊന്നും കേൾക്കാൻ വയ്യ. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പം ഇന്നലെ ഏട്ടത്തി വിളിച്ചുകാണ്ട് പറഞ്ഞു ഞങ്ങളവിടെ അല്ലേ, അവിടെ ഇത്താത്താൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേച്ചി ഉണ്ടല്ലോ, ഞങ്ങളാ തൊട്ട് ചാരിയിട്ട് തന്നെ അവരുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അറിയണത് ഹിന്ദു മുസ്ലിം അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. നമ്മളെ മലപ്പുറത്ത് പൊതുവേ നിങ്ങൾക്ക് അറിയാലേ, ജാതിവന്യ അങ്ങനെയല്ല, എല്ലാവരും ഒരേപോലെ അല്ലേ. ചേച്ചിമാർ അറിയണത് ഭയങ്കര കാര്യമാണ്. അവിടെ ഭക്ഷണം ഉണ്ടാക്കിയാലും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് നല്ല മത സൗഹാർദ്ദമാണ്. പ്രത്യേകിച്ച് ഞങ്ങളോട് അറിയണ അവിടെ ആയാലും കുട്ടികൾ ഒരുപാടുണ്ടാവുമ്പോഴേ ചേച്ചിയായാലും ആ ചേട്ടനാണെങ്കിലും ഭക്ഷണമൊക്കെ എന്ത് കൊടുന്നാലും. അവിടെ ഒരു മോനുണ്ട് കേട്ടോ. ആ മോനും തന്നെ ഞങ്ങളന്ന് വരുന്ന അന്നൊക്കെ ചെറിയ കുട്ടി, നമ്മളെ ഇച്ചൂൻ്റെയൊക്കെ പ്രായം തോന്നണു. അപ്പം നമ്മളെ വീട്ടിലൊക്കെ നിന്നുകാണ്ട് അങ്ങനെ ഒരു ഭയങ്കര സൗഹൃദമായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ എപ്പോഴും ഞങ്ങളോടുന്നായിരുന്നു കൂടുതലൊക്കെ കഴിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏട്ടത്തേക്കായാലും ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ അവർ മരിച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താവ് അച്ഛനെ അറിയട്ടോ, അച്ഛൻ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉമ്മാനോട് പറയാനാവില്ല കരുതിയത്. പക്ഷേ ഇത്താത്ത ഇന്നലെ വിളിച്ചപ്പോൾ വീഡിയോ കോളാണ് വിളിച്ചിരുന്നോള്. ഓള് വിളിച്ചപ്പോൾ അവളിങ്ങനെ ഇങ്ങനെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഉമ്മ കേട്ടു. ഉമ്മക്ക് പിന്നെ അവൾക്ക് പോവുക തന്നെ വേണം.
അപ്പോൾ ഞാൻ പറഞ്ഞു പോണ്ട അമ്മ, അങ്ങക്ക് വെജാതെ പോണ്ടെന്ന് കുറേ വട്ടം പറഞ്ഞു ഞാൻ കേട്ടോ. പക്ഷെ അമ്മക്ക് പോകണം, എന്താ വെച്ചാൽ അങ്ങനെ കഴിഞ്ഞീനല്ലേ, ഒന്നാമത് അതാണ്. എന്തായാലും നേരം വെളുക്കുമ്പോൾ ഓട്ടർഷയും പിടിച്ച് അവിടെ പോയി കണ്ടുകാണ്ട് കുറച്ച് കഴിഞ്ഞാണ്ട് പോന്നു കേട്ടോ. ആ പോണീൻ്റെ അടിയിലൊന്ന് വീണു, പട്ടോ പറഞ്ഞു കണ്ടാ വീഴുക. ഞാൻ എന്തെങ്കിലും പറ്റുമോ എഴുതി പേടിച്ചു, പക്ഷെ ഒന്നും പറ്റിയൊന്നുമില്ല കേട്ടോ. പടച്ചോൻ്റെ ഓരോ കാവല്. ഒന്നാമത് ഇനിയും കൂടി റബ്ബ് കാക്കണുണ്ട് നല്ലോണം. റബ്ബിൻ്റെ കാവല് ഉമ്മാക്ക് മാത്രമല്ല എനിക്കും കൂടി ഉണ്ട്, നിങ്ങൾക്ക് അറിയാലേ. ഞാൻ പിന്നെ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ കടന്നു കഴിഞ്ഞാൽ ആ കിടത്ത് അങ്ങനെ കുറേ കാലം കിടക്കും. അതാണ് സ്ട്രോക്ക് രോഗികളെ ലക്ഷണം അല്ല ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ അത് വീഴുമ്പോൾ ഓരോ വീഴ്ചയിലും റബ്ബിൻ്റെ കാവല് നല്ലോണം ഉണ്ട്. പ്രത്യേകിച്ച് എനിക്കും കൂടിയാണ്, നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ഈ കുട്ടികളും ഉമ്മയൊക്കെ പാടായിട്ടേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു രാവിലെ. പിന്നെ കുട്ടികളെ പോലെയാണ്, ചെറിയ കുട്ടികളെ പോലെ ആയിരിക്കും. ഉമ്മാൻ്റെ ഈ തലച്ചോറുണ്ടല്ലോ അതിങ്ങനെ ചുരുങ്ങുകയാണ്. അപ്പോൾ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ ഹെക്ക് ഡോക്ടർ കാക്കുനെ വിളിച്ചിട്ടും എൻ്റെ ആങ്ങളിനെ വിളിച്ചിട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ വയസ്സ് കൂടുന്തോറും കുട്ടികളെ സ്വഭാവമായിരിക്കും ഇങ്ങനെ തലച്ചോറ് ചുരുങ്ങണ സ്വഭാവമല്ലേ. അപ്പം നല്ല ആക്റ്റീവായിരുന്നു, നല്ല ഇവിടെ ഭയങ്കര സന്തോഷം. നമ്മളാ ഈ വീട് കിട്ടി അവിടെ നിന്ന് ഇട്ടിട്ട് ഉമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്ക് അറിയാം അന്നൊക്കെ മന്ദം വിട്ട് ഇങ്ങനെ നമ്മളടുത്ത് നിൽക്കുമ്പോൾ നമ്മളെ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ അമ്മമാർക്ക് ഏറെ ടെൻഷനായിരിക്കും അല്ലേ. നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കൊരു വീടാവണം എന്നുള്ളൊരു വലിയ സ്വപ്നമായിരുന്നു ഉമ്മാൻ്റെത്. ഇത്താത്താക്കായാലും ഒരു ചെറിയ വീടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ആങ്ങളൊക്കായാലും ഉണ്ട്. എൻ്റെ കാര്യം ഭയങ്കര വിഷമത്തിലാണെന്ന് ഉമ്മാക്ക് ഭയങ്കര അറിയാം. കാരണം ഉമ്മ എൻ്റെ അടുത്ത് കൂടുതൽ നിൽക്കണോണ്ട്. അപ്പം അതിങ്ങനെ എത്ര ഞാനൊരു ദുരിതവും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിലാക്കും. ഉമ്മമാർ വേഗം മനസ്സിലാക്കുമല്ലോ. നമ്മളെ വീട്ടിലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടൊക്കെ മനസ്സിലാക്കിയെടുക്കും. പിന്നെ നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് വീടൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഉമ്മക്ക് കേട്ടോ. ഭയങ്കര ആക്റ്റീവായിരുന്നു ഉമ്മ, ഭയങ്കര ആക്റ്റീവായിരുന്നു. പിന്നെ ഇപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഉമ്മക്ക് വെയ്യാതായി ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം 2-3 ദിവസമായി. ഇപ്പം ഇന്നലെ ഇപ്പം ആ മരണം കൂടി കേട്ടപ്പോഴേ ഇന്ന് പറ്റ പിടുത്തം വിട്ടുകണം. അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും, വായിലൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ച് കാണും, ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതൊക്കെ ആയിരുന്നു വീഡിയോസ് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വരാത്തത്. പിന്നെ ഉമ്മാനെങ്ങനെ കൊണ്ട് നടക്കല്ലേ, നമ്മൾ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു നടക്കും. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് വെയ്യായി. ഇപ്പം ഉമ്മ അങ്ങനെ വീഴല്ലേ, വീഴുമ്പോൾ നമ്മൾ ബാത്റൂമിലായാലും നമ്മളൊപ്പം പോയിക്കൊണ്ടിരിക്കണം. കുട്ടികളെ കുളിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഉമ്മ കുറച്ചൊക്കെ ആക്റ്റീവാണെങ്കിൽ മുതൽ കൊടുക്കാൻ പോകും. അപ്പം നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതി ഇരിക്കാനും ഒക്കെ. ഇപ്പോൾ 2 ദിവസമായിട്ട് മെനക്കെട്ട് നിൽക്കുമ്പോൾ അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ ബാക്കിലാവും. എന്നാലും അൽഹംദുലില്ലാ നമ്മളമ്മമാരല്ലേ, നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ അതായിരുന്നു വീഡിയോസ് കാര്യങ്ങൾ വരാത്തത്. അപ്പോൾ ആ അച്ഛനെ മരിച്ചതായിരുന്നു. ആരാന്ന് ചോദിച്ചിരുന്നു, ആരാ അത്തോ മരിച്ചതെന്ന്. പിന്നെ ഇന്നിപ്പോൾ വളരെ സന്തോഷമായിരുന്നു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞാണ്ട് ഇപ്പോൾ ഞാൻ പല്ലിന് ഡോക്ടറെ അടുത്ത് പോയി. പല്ലിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നതിന് ഡോക്ടറെ അടുത്ത് പോയി. ഉമ്മാൻ്റെ മെഡിസിനൊക്കെ കഴിഞ്ഞിരുന്നു, അതൊക്കെ വാങ്ങിച്ചു പോന്നു. പിന്നെ അപ്പോഴാണ് യൂട്യൂബിൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളോട് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയലുണ്ട്, നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇന്നൊരു ഇത്താത്ത മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ, ബൺസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചാൽ ഇത്താത്ത അങ്ങനെ പറയേണ്ടത് കേൾക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ ഒരു വീഡിയോസ് മിസ് ചെയ്യാതെ കാണുന്ന ആളാണ്, ആദ്യമേ കാണുന്ന ആളാണ്. ഫസ്റ്റ് യൂട്യൂബ് തുറന്നാൽ ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ടുക്കണോ ഇങ്ങനെ നോക്കും. 3-4 ദിവസം വീഡിയോസിലായിട്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ പറയണ്ടേ ഓരോ കാര്യങ്ങൾ ഇത്താത്ത കേൾക്കുന്നുണ്ടാവും. അപ്പം അത്ര നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. സ്കിപ്പ് അടിച്ച് ആദ്യമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാ. അപ്പോൾ ആ ഇത്താത്ത ഇങ്ങനെ പറയുന്നുണ്ട്, 10 ഉയരങ്ങളിലെത്തും എന്നെ കാണാതിരിക്കുകയാണ് ഞങ്ങൾ. ഞാൻ ആ പഴയ അവസ്ഥയിൽ നിന്നിപ്പോൾ ഇങ്ങനെ ഉഷാറായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിപ്പോൾ അത് സാരമില്ല, അപ്പോൾ ശരിയായിക്കോളും ഇൻഷാ അല്ലാഹ്. എന്നാലും അന്നത്തെ അവസ്ഥയിലേറെ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നില്ലേ അൽഹംദുലില്ലാ. ചെറിയ കടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയാം, ഞാൻ അന്ന് പറഞ്ഞിരിക്കണമല്ലോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് വീട്ടണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി, നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. അപ്പോൾ ആ മരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ മക്കൾക്ക് കുറച്ച് ബ്രോസ്റ്റൊക്കെ വാങ്ങി. ബ്രോസ്റ്റ് വാങ്ങുമ്പോൾ ഒന്നൊന്നും വാങ്ങിയാൽ പോരാ, അവിടെ എല്ലാവരും മക്കളൊക്കെ അല്ലേ. അപ്പോൾ അവർ ഒരു കഷ്ണം കൊടുത്താൽ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ 1.5 ബ്രോസ്റ്റ് വാങ്ങി. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടല്ലോ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളെ മക്കൾ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കണമൊക്കെ. പിന്നെന്താ കുബൂസ്. പിന്നെ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.
പിന്നെ രാവിലെ ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ. അപ്പം അതൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാക്കി തരാം. ആ താഴെ കുണ്ടിലെ വീടിലെ 2 നില എല്ലാ വീട് നമ്മളെ ഫ്രണ്ടിലെ ആ വീട്ടുകാരാട്ടോ. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞ പോലെ അവർക്ക് അതിനുള്ള ബർക്കത്ത് റബ്ബ് കൊടുക്കട്ടെ. വെള്ളത്തിൻ്റെ കാര്യമല്ലേ, അവർ നിങ്ങൾ എത്ര വേണമെങ്കിലും വെള്ളം എടുത്തോളി എന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷം. നമ്മൾ ഈ 2-3 മാസം നമ്മൾ വന്നിട്ടുള്ളൂ ഇവിടെ അല്ലേ. അപ്പോൾ ഓരോ വെള്ളം അടിച്ചുമ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിങ്ങായിരുന്നു കേട്ടോ, പേടിയായിരുന്നു എനിക്ക്. കാരണം നമ്മൾ പുതിയ അയൽവാസികളാണ്, പിന്നെ വെള്ളം അടിച്ചുമ്പോൾ നമുക്കിങ്ങനെ ഒരു ബേജാറാണ്. നമ്മളെ കിണറ്റിൽ നിന്ന് നമ്മളെ കറണ്ട് ഇട്ടുകാണ്ട് അടിച്ചല്ലല്ലോ, വേറൊരാളെ കിണറ്റിൽ നിന്ന് നമ്മൾ ഓലെ കറണ്ട് മുഖേന അടിച്ചെടുക്കണ വെള്ളമല്ലേ. അപ്പോൾ നമുക്കൊരു ബേജാറായിരിക്കൂലേ, മനസ്സിക്ക് ടെൻഷനായിരിക്കും. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനും കാക്കും ചെന്ന് ചോദിച്ചു കേട്ടോ. ഓലെന്നെ അങ്ങോട്ട് പറഞ്ഞതാണ്, ഞങ്ങൾ കുഴൽ കുത്തണ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോഴേ ഇപ്പം ഏതായാലും കുഴൽ കുത്താൻ പറ്റൂല, മഴക്കാലല്ലേ. അപ്പം അതിൻ്റെ ആളോട് സംസാരിക്കും. പിന്നെ ഇപ്പോൾ കുഴൽ കുത്താനുള്ള ബുദ്ധിമുട്ട് സാമ്പത്തികം ഇപ്പോൾ ആയിട്ടില്ല നമുക്കിപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം, ഞാനിങ്ങനെ നീർന്ന് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യണം, വേനലാവട്ടെ അപ്പോഴത്തേനൊക്കെ നമുക്കൊരു കുറിയിലൊക്കെ കൂടിക്കാണ്ടേ ഒരു ചെറിയ കുറിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തുകാണ്ട് അങ്ങനെ നമുക്ക് ശരിയാക്കണം. അപ്പോൾ ഓല് കേട്ടപ്പോൾ തന്നെ ഓല് പറയുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ കുത്തണ്ട, കാരണം അവിടെ 2 വീടുകളിൽ കുഴൽ കുത്തിയിട്ട് വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നാമത് നമ്മളെ അവസ്ഥ കണ്ട് പറയണം, വെറുതെ കുത്തിക്കാണ്ട് വെള്ളം കിട്ടാഞ്ഞാൽ കാണുന്നവർക്ക് ഒരു ഇടങ്ങാറായിരിക്കും അല്ലേ. അത്താത്തേക്ക് വീഡിയോസ് കാണുന്നുണ്ടാവും, മാത്രമല്ല നമ്മളെ മുന്നിലുള്ള പേരാണ്, ശരിക്കും അറിയാം, നമ്മളെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുത്തണ്ട, അങ്ങനെ കുത്തി കഴിഞ്ഞാൽ അത് വെള്ളം കിട്ടിയിട്ടില്ലേ ഭയങ്കര ഇടങ്ങാറായിരുന്നു. നമ്മൾ എത്ര വേണമെങ്കിലും വെള്ളം എടുത്തോളി. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുള്ളൂടി, അതിനുള്ള വർക്കത്തെ ഞങ്ങൾക്ക് റബ്ബ് തരും പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് അള്ളാൻ്റെ അടുത്തൊന്നും മതി അറിയുമ്പോഴേ അള്ളാനെ പേടിയില്ലോലും ഇതില്ലോലും ആണ് അങ്ങനെ പറയുള്ളൂ. എന്താ വെച്ചാൽ ഞാനാണേലും നിങ്ങളാണേലും ഒരു നമുക്ക് ചിലപ്പോൾ ഒരു മനസ്സായിരിക്കൂലേ, നമ്മളെന്താ പറയുക, വെള്ളങ്ങൾ എത്ര എടുത്തോളി, നിങ്ങൾ മുക്കി എടുത്തോളി, മോട്ടർ വെക്കണ്ട, മോട്ടർ വെക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാക്കാരും പറയും അല്ലേ. നമ്മളൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകും സാഹചര്യങ്ങളൊക്കെ ആയിക്കാണ്ട്. അങ്ങനെ നമ്മൾ മോട്ടർ അടിച്ചുമ്പോൾ 2-3 വീടുകളിൽ നമ്മൾ അപ്പുറത്തൊക്കെ മോട്ടർ വെച്ചിക്കണം കേട്ടോ, അവരൊക്കെ വെച്ചിക്കണം. ഇത്താ വെക്കാൻ പറഞ്ഞ തന്നെയാണ്, ഇക്കയും വെക്കാൻ പറഞ്ഞതാണ്. നിങ്ങൾ മോട്ടർ അടിച്ചെടുത്തോളി, അള്ളാൻ്റെ വെള്ളമാണ്, നിങ്ങൾ എടുത്തെരുതി വെള്ളം ഒരിക്കലും കുറയില്ല, അതിനുള്ള വെള്ളം അതിൽ റബ്ബ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ മുക്കും തോറും വെള്ളം കൂടും പറയില്ല, മുക്കും തോറും അതേപോലെ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു പറയുന്ന ഒരു സാഹചര്യം കാലഘട്ടമാണ് അതാണ്. പുറത്തൊരു പറയുമ്പോൾ കറക്റ്റ് പറയാനറിയില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളായാലും നിങ്ങൾ മുക്കിയെടുത്തോളി വെള്ളം, മോട്ടർ വെക്കണ്ട, നമ്മൾ കയ്യോ എന്നൊരു പേടിയായിരിക്കും നമുക്ക് അല്ലേ. പക്ഷെ അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ മുഖത്ത് നോക്കി പറയുമ്പോഴേ വെള്ളം കുറയുന്നില്ല ഒരു പേടി തന്നെ ഞങ്ങൾക്ക് ഇല്ല എന്നായിക്കോട്ടോ അവർ ഭർത്താവ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടി തന്നെ അല്ല, വെള്ളം അതിൽ കുറയില്ല, റബ്ബ് അതിൽ ഇഷ്ടംപോലെ വെള്ളങ്ങൾ എടുക്കണതിനനുസരിച്ചുണ്ടാവും. അതാണ് റബ്ബിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അല്ലേ. അതൊരു വല്ലാത്ത വിശ്വാസമാണ്. റബ്ബ് ഒരുപാട് അതിനുള്ള ബർക്കത്തും ഒക്കെ കൊടുക്കട്ടെ അല്ലേ. ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവട്ടെ. 2-3 മോട്ടറുകൾ അതിൽ വെച്ചല്ലേ നമ്മളും വെക്കുകയാണ്. അപ്പം അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു മോട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിക്ക് ഇറക്കി വെക്കണ വീഡിയോസും അതേപോലെ വെള്ളം അടിച്ചണ വീഡിയോസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ദുആ ചെയ്യുവേണ്ടി ആ കുടുംബത്തിനും വേണ്ടി. അവിടെ ഒരു മമ്മി ഉണ്ട് കേട്ടോ. ഉമ്മമ്മ അവിടെ ചെന്നാൽ ഭയങ്കര വർത്താനാണ്, ഭയങ്കര ഇഷ്ടമാണ് ഉമ്മമ്മക്ക്. വെള്ളം എത്ര വേണമെങ്കിലും എടുത്തോ, അതൊന്നും കുഴപ്പമില്ല. അമ്മാനും കുട്ടികളെയൊക്കെ വെള്ളമാണ് നമുക്ക് വേണ്ടി, വെള്ളം ഇതൊക്കെ നമുക്ക് നന്നായിട്ട് വേണം, അതൊന്നും മുടക്കാൻ പാടില്ല. ഈ വെള്ളം എടുത്തോ പാത്തോ എന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷം കേട്ടോ. അതൊക്കെയാണ് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം അല്ലേ. നമ്മൾ ഒരു വാക്കുകൊണ്ട് നമ്മളൊരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ വെള്ളം പറയുന്നത് നമുക്ക് എപ്പോഴും ആവശ്യമല്ല. വായു വെള്ളമൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമില്ല. പക്ഷെ ഞാൻ കുടുങ്ങൂലെന്ന് എപ്പോഴും പറയട്ടോ. അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ വെള്ളമില്ലായിട്ട് ഞാൻ ഇറത്തുനിന്ന് വെള്ളം കെട്ടിക്കൊണ്ടുപോയിക്കാണ്ട് അതുകൊണ്ട് ബാത്റൂമൊക്കെ നിറച്ച് കുടിക്കാൻ വെള്ളം അവരോട് പറയും, അവരടിച്ചു തരും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടെൻഷനാണ്. എപ്പോഴും നമ്മളിങ്ങനെ വെള്ളം ചോദിച്ചുമ്പോൾ നമുക്കൊരു പേടിയല്ലേ, എന്തേലും പറയോ കരുതിക്കാണ്ട്. അവർ ഭയങ്കര നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരാട്ടോ. അവരുടെ കുടുംബത്തിനും വേണ്ടി എല്ലാവരും ഒന്ന് ദുആ ചെയ്യോണ്ടി അല്ലേ. ഒരുപാട് വർക്കത്ത് വാരി കോരി റബ്ബ് കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ അന്ന് അതേപോലെ ചോദിച്ചതാണ്, അവരിങ്ങോട്ട് പറഞ്ഞാണ് കേട്ടോ മോട്ടർ വെച്ചോളീന്ന്. പിന്നെന്താ വർത്താനം. അപ്പം അതാണ് തിരക്കായിരുന്നു പറഞ്ഞ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അന്നിപ്പോൾ ഒരു സന്തോഷമുള്ള ഒരു ദിവസം പറയണം. അതൊരു വല്ലാത്തൊരു എന്താ പറയുക
ഒരു സന്തോഷം തന്നെയാണ് അല്ലേ. പിന്നെ പ്രത്യേകിച്ച് പറയല്ല. പിന്നെ എന്താ കമന്റിൽ പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബൺസ് എല്ലാവരും നാളെ വിടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മറ്റന്നാളെ. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഷോർട്ട് ഇട്ട് കഴിഞ്ഞ ഒരുപാട് കസ്റ്റമർ വിളിച്ചിട്ടും ചോദിച്ചിട്ടും മാക്സിമം വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കൊണ്ടിട്ടോ. നമ്മളടുത്തുനിന്ന് വാങ്ങിയ മെറ്റീരിയൽസിന്റെ മുറിക്കണതും അത് സെയിൽ ചെയ്യണ രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും. പിന്നെ നമ്മളെ ആ എണ്ണ മൈഗ്രീൻ്റെ എണ്ണ എന്ന് പറയുന്ന മുടി കൊഴിച്ചിൽ, ധാരന്, അതേപോലെ കുഞ്ഞു കുട്ടികളിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ, ഇനിയിപ്പോൾ കുട്ടികളെ തലയിൽ മുറിയും പേനും ഈരൊക്കെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ആ എണ്ണൻ്റെ സ്മെല്ല് ഈ പേന് പോകുന്നല്ല അർത്ഥം കേട്ടോ. ഞാൻ ചിലവർ കരുതും, കാരണം കെമിക്കൽ അടങ്ങിയ സാധനത്തിൽ ആ പേന് പോകുള്ളൂ. നമ്മളൊരു കൂറച്ചോക്ക അരച്ച് നോക്കിയാൽ അപ്പോൾ പേന് പോകും. പക്ഷേ നമ്മൾ ഈ കെമിക്കലില്ലാത്ത സാധനം ഉപയോഗിച്ച് അങ്ങനെ പേനൊന്നും പോകില്ല, അത് അവിടെ നിൽക്കും. പക്ഷെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. ഒന്നാമത് ഞാൻ അതിൽ കാര്യമായിട്ട് എന്താ പറയുക, തുളസിൻ്റെ ഇല അങ്ങനത്തെ ഒക്കെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ സ്മെല്ലൊന്നും ഈ ഇതിന് പറ്റൂല, പാനിന് പറ്റൂല. അപ്പം അത് പെട്ടെന്ന് കുട്ടികൾക്ക് ചൊറിച്ചിൽ വന്നുകൊണ്ട് പെട്ടെന്ന് ചാടി പോകും, അല്ലെങ്കിൽ നമ്മൾ വാർന്നെടുക്കും കുട്ടികളിങ്ങനെ മോന്തുമ്പോൾ. അപ്പോൾ അതിനില്ല ഓയിലാണ് 200 ml സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ ഒരു 5-6 കുപ്പിയും കൂടി സ്റ്റോപ്പ് ഉണ്ട്, അല്ല അവിടെ ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞിട്ടേ ഞാൻ ഉണ്ടാക്കുള്ളൂ. ഞാൻ ഉണ്ടാക്കി വെക്കണ സ്വഭാവം നിങ്ങൾക്ക് ഇല്ല അറിയില്ലേ. ഉണ്ടാക്കുമ്പോൾ ഞാൻ ഷോർട്ട് ഇടും. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. പിന്നെ ലേക്ക് നല്ല കമ്മിയുണ്ട്. ലേക്ക് ഉണ്ടായാലല്ലേ മക്കൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ ആ ലേക്കുമ്പോൾ തടാൻ വല്ലാത്ത മർദ്ദുണ്ട്. പോണ പോക്കിൽ ആ ലേക്കുമ്പോൾ ഒന്ന് തൊട്ടുകൊണ്ടിട്ടോ.